മധുരം പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്നത് ശരിയല്ല. മധുരം നമുക്ക് ശരീരത്തിന് ആവശ്യമാണ്. അമിതമായ മധുരമാണ് ഒഴിവാക്കേണ്ടത്. പപ്പായ ഈ പറഞ്ഞ ലിവറിനും ഈ പറഞ്ഞ ഡയബറ്റീസിനും ഒക്കെ പറ്റിയ ഒരു ഫ്രൂട്ടാണ്. നാഡികളെ ബാധിക്കും. അത് വലിയ വിഷയങ്ങളിൽ കാലിലേക്കുള്ള പെരുപ്പ്, കാലിന് ബുദ്ധിമുട്ടുണ്ടായിട്ട് നമ്മൾ സെൻസേഷൻ നഷ്ടപ്പെട്ടിട്ട് അവസാനം വ്രണം ഉണ്ടാകുന്നു. കേരളം ഡയബറ്റിക് ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് ആൾക്കാർക്ക് ഡയബറ്റിക് രോഗമാണ്. അപ്പോൾ ഈ ഡയബറ്റിസ് വരാതിരിക്കാനും വന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് നോക്കാം. ആദ്യം പ്രമേഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കണം. അത് രക്തത്തിലുള്ള വ്യതിയാനമാണെങ്കിൽ കൂടി പ്രധാനമായിട്ട് ലക്ഷണങ്ങൾ കാണിക്കുന്നത് പോളിയൂറിയ എന്ന് പറയും. കൂടുതലായിട്ട് മൂത്രം ഒഴിക്കുന്ന ഒരു മൂത്ര വിസർജനം കൂടുതലായിട്ടുണ്ടാവും. അതുപോലെ പോളിഡിപ്സിയ, അതായത് കൂടുതൽ വിശപ്പ് തോന്നും, കൂടുതലായിട്ട് അപ്പോൾ നമ്മൾ കഴിച്ചാലും പിന്നെയും കഴിക്കണം എന്നുള്ളൊരു തോന്നൽ. അതുപോലെ പോളിഫാജിയ, കൂടുതൽ ദാഹം തോന്നും. ഇത് മൂന്നും പ്രധാനപ്പെട്ട ഒരു ലക്ഷണങ്ങളാണ്. അങ്ങനെ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധനയ്ക്ക് വിധേയമാവണം. രക്ത പരിശോധനയിൽ കൂടി തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രമേഹമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൂടാതെ നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ കാണിക്കുന്നത് ഈ കാലിലോട്ടുള്ള പെരുപ്പും മറ്റും. അത് പിന്നീട് കുറച്ചുകൂടി പ്രമേഹം മുന്നോട്ട് പോവുകയാണെങ്കിൽ പലതരത്തിലുള്ള രോഗങ്ങളും കൂടി വരും എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ചൊരു പ്രധാന പ്രശ്നം. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു രോഗം മാത്രമല്ല, ഇതിനെ തുടർന്ന് ഡയബറ്റിക് ന്യൂറോപ്പതി, അതായത് നാഡികളെ ബാധിക്കും. അത് വലിയ വിഷയങ്ങളിൽ കാലിലേക്കുള്ള പെരുപ്പ്, കാലിന് ബുദ്ധിമുട്ടുണ്ടായിട്ട് നമ്മൾ സെൻസേഷൻ നഷ്ടപ്പെട്ടിട്ട് അവസാനം വ്രണം ഉണ്ടാകുന്നു. ആ വ്രണം ഈ പറഞ്ഞ പോലെ നോൺ ഹീലിംഗ്, അത് ഉണങ്ങാതെ കാല് മുറിക്കുന്ന സ്റ്റേജ് വരെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ സ്റ്റേജിലല്ല എങ്കിലും നമ്മളിതിനെക്കുറിച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് ഒരു ദോഷത്തിലേക്ക് വരാം. അപ്പോൾ ആദ്യം പറയുന്ന ഈ ലക്ഷണങ്ങൾ വളരെ ഈ പറഞ്ഞ പോളിഫാജിയ, കൂടുതൽ മൂത്രം ഒഴിക്കുന്നതും, കൂടുതൽ വിശപ്പ് വരുന്നു, കൂടുതൽ ദാഹം ഉണ്ടാകുന്നു, ക്ഷീണം, നമ്മൾ ലെഥാർജി എന്ന് പറയും, നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ഉടനെ ക്ഷീണം, ഒന്നും ചെയ്യാനുള്ള ഒരു എനർജി ഇല്ലായ്മ എന്നൊക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരിശോധനയ്ക്ക് വിധേയമാകണം. അപ്പോൾ ഇതിൽ ഡയബറ്റീസിലെ പ്രധാനമായിട്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊരു ജനറ്റിക്കായിട്ടുള്ള ഒരു ഇതുകൂടി ഉണ്ട്. ഇപ്പോൾ കുടുംബത്തിൽ ഈ പ്രമേഹ രോഗമുള്ളവർക്ക് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം, അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മുടെ ആഹാരത്തിലും മറ്റുള്ള കാര്യങ്ങൾ വളരെ പ്രധാനം തന്നെയാണ്. ഷുഗർ കണ്ടൻറ്റ് കൂടുതൽ ഉള്ള സാധനങ്ങൾ വളരെ റെസ്ട്രിക്റ്റ് ചെയ്യണം. ഇപ്പോഴത്തെ ഷുഗർ എന്ന് പറഞ്ഞാൽ റിഫൈൻഡ് ഷുഗറാണ്. പഞ്ചസാരയിൽ ഒത്തിരി പ്രോസസ്സ് ചെയ്ത് കെമിക്കൽ പ്രോസസ്സൊക്കെ ചെയ്ത് റിഫൈൻഡ് ഷുഗേഴ്സ് വളരെ കുറയ്ക്കണം. ബേക്കറി സാധനങ്ങൾ കുറയ്ക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചുകൂടെ പ്രോട്ടീൻ കൂടുതൽ കഴിച്ച് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കേണ്ട ഒരവസ്ഥയുണ്ട്. കാരണം പണ്ട് ഒരുപാട് വ്യായാമം ചെയ്തവരാണ് കേരളത്തിലുണ്ടായത്. കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പാടത്തും ഈ പറയുന്ന നമ്മുടെ തൊടിയിലുമൊക്കെ ഈ കൃഷിയൊക്കെ ചെയ്തിട്ട് ഒത്തിരി വ്യായാമം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ചോറൊക്കെ ഇത്രയും ഈ കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ കഴിക്കുന്നത്. ഇപ്പോൾ അത്രയും നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്രയും കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് കൂടുതൽ പ്രോട്ടീൻസ് ആക്കുക. പിന്നെ വ്യായാമം, എന്നും വ്യായാമം ചെയ്യണം. നമുക്ക് താങ്ങുന്ന തരത്തിലുള്ള വ്യായാമം, അർദ്ധശക്യം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് വ്യായാമം. നമുക്ക് താങ്ങുന്ന തരത്തിലുള്ള വ്യായാമം, സ്ട്രെച്ചിങ് എക്സസൈസ് ആയാലും വാക്കിംഗ്, ബ്രിസ്ക് വാക്കിംഗ് ആണ് ഏറ്റവും നല്ലത്. നല്ല ഒന്ന് സ്പീഡിലുള്ള നടത്ത, അതാണ് പ്രമേഹത്തിന് ഏറ്റവും നല്ലതായിട്ടുള്ളൊരു വ്യായാമം. കൂടുതൽ വെയിറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നല്ല ഒരു 1 ഹവറോളം അങ്ങനെ ഡിവൈഡഡ് ആണെങ്കിലും ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഫ്രൂട്ട്സിലൊക്കെ തന്നെ നമുക്ക് ഏറ്റവും നല്ല പപ്പായ ഒരു നല്ല ചോയ്സാണ്. പപ്പായ ഈ പറഞ്ഞ ലിവറിനും ഈ പറഞ്ഞ ഡയബറ്റീസിനും ഒക്കെ പറ്റിയ ഒരു ഫ്രൂട്ടാണ്. പേരയ്ക്ക, അങ്ങനെയുള്ള ഫ്രൂട്ടുകൾ സെലക്ട് ചെയ്യാനായിട്ടാണ്. പിന്നെ ഈ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നല്ല എഡിബിളായിട്ടുള്ള ഫ്രൂട്ട് നമുക്ക് ഈ സപ്പോട്ട. മധുരമാണ് എങ്കിൽ കൂടി അത് അത്രത്തോളം ശല്യം ചെയ്യില്ല. പിന്നെ ഒരു ടിപ്പ് കൂടി നമുക്കത് പറയാനായിട്ടുള്ളത്, ഇപ്പോൾ നമ്മൾ രാത്രിയിൽ ഡയബറ്റിക് രോഗികളിൽ പ്രത്യേകിച്ചും ഒരു ഡയറ്റ് പറയാം.
അത് നമ്മൾ ഒരു ഗ്രുവൽ കഞ്ഞി പോലെ കഴിക്കുന്ന ഒരു കാര്യം, വളരെ പ്രയോജനമാണ്. ആ കഞ്ഞിയുടെ കൂട്ട് പറയാം. നമ്മൾ ഒരു ഭാഗം അരിയാണ് ഇടുന്നതെങ്കിൽ 4 ഭാഗം ചെറുപയർ. അപ്പോൾ നമ്മൾ അവിടെ തന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റിനെ കുറച്ചിട്ട് പ്രോട്ടീനിനെ കൂട്ടുകയാണ്. പിന്നെ നമ്മൾ അതിൽ കറിവേപ്പില, വീട്ടിലുണ്ടാകുന്ന കറിവേപ്പില ഉള്ളവർ കറിവേപ്പില ഒരു പിടി ഇടുക. ഉലുവ ഒരു 1/2 സ്പൂണോളം ഉലുവ, അല്ലെങ്കിൽ അതിൻ്റെ സ്വാദിനനുസരിച്ചുള്ള ഉലുവ. അതുകൂടാതെ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാവുന്നവർക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഈ ഒരു ഇതിൽ അല്പം ഈ പറഞ്ഞ മുരിങ്ങയുടെ ഇല ഇടാൻ, എല്ലാവർക്കും അത് പറ്റില്ല ആയിരിക്കാം, എങ്കിലും പറ്റുമെങ്കിൽ അല്പം മുരിങ്ങയില ഇടാം, അല്ലെങ്കിൽ തന്നെയും കുഴപ്പമില്ല. ഇങ്ങനൊരു കോമ്പിനേഷൻ കഞ്ഞിയായിട്ട് കുടിക്കുന്നത് പ്രമേഹ രോഗികളിൽ പോലും ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ്, ഷുഗർ കൺട്രോളിന് ഏറ്റവും പറ്റിയ ഒരു ഡയറ്റാണ്. അപ്പോൾ അത് ശീലിച്ചു നോക്കുക, അതിൻ്റേതായ വ്യത്യാസം അറിയാൻ കഴിയും. കൂടാതെ ഈ പറഞ്ഞ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് റൊട്ടീൻ ടെസ്റ്റുകൾ, നമ്മുടെ ഷുഗറിൻ്റെ ലെവൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻഡ് ആവുന്നുണ്ടോ എന്ന് പരിശോധനകൾ നടത്തേണ്ടത് ആവശ്യമാണ്. പിന്നെ വരാവുന്ന പ്രശ്നങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡയബറ്റിക് ന്യൂറോപ്പതി പോലുള്ള പ്രശ്നങ്ങൾ, നാഡികളെ ബാധിച്ചിട്ട് വരുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ആയുർവേദ ചികിത്സയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. ഇപ്പോൾ ഈ നാഡികളെ ബാധിക്കാതെ ഈ പ്രമേഹ രോഗികളെ ചികിത്സിക്കുവാനുള്ള ധാരാളം ചികിത്സകൾ ആയുർവേദത്തിലുണ്ട്. കൂടാതെ ഈ കുറച്ച് ക്രോണിക്കായിട്ടുള്ള ഡയബറ്റിക് പേഷ്യൻസിൽ ഒരുപക്ഷെ സെക്ഷുവൽ ഡിസ്ഫങ്ഷനും ഉണ്ടാകാം. അപ്പോൾ അത്തരം കാര്യങ്ങളും ആയുർവേദത്തിൽ വളരെ കൃത്യമായിട്ട് ചികിത്സ ഉള്ളതാണ്. കൂടാതെ നമ്മൾ ഈ പറഞ്ഞ കാഴ്ചശക്തിയെ ബാധിക്കുന്ന നെഫ്രോപ്പതി, ഈ റെറ്റിനോപ്പതി, ഡയബറ്റിക് റെറ്റിനോപ്പതി, അതുപോലെ കിഡ്നിയെ ബാധിക്കുന്ന നെഫ്രോപ്പതി തുടങ്ങിയ പല മാരകമായ അവസ്ഥകളിലേക്കും വരാതെ നമുക്ക് ആയുർവേദ ചികിത്സകൾ കൂടി രസായനങ്ങൾ എന്നുള്ളൊരു വിഭാഗം ആയുർവേദത്തിലുണ്ട്. ആ രസായന ഔഷധങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത്തരത്തിലുള്ള ഡാമേജിലേക്ക് പോകാതെ നമുക്ക് ഈ രോഗികളെ സംരക്ഷിക്കുവാനും സാധിക്കും. ഈ പഞ്ചസാരയുടെ ഉപയോഗം ഇപ്പം വളരെ കുറയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ്. അപ്പോൾ അതിൽ മധുരം പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്നത് ശരിയല്ല. മധുരം നമുക്ക് ശരീരത്തിന് ആവശ്യമാണ്, അമിതമായ മധുരമാണ് ഒഴിവാക്കേണ്ടത്. ഇപ്പോൾ ഷുഗർ കട്ട് ചെയ്യുന്ന ഈ വൈറ്റ് ഷുഗർ എന്നുള്ളതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ കേരളത്തിൽ തന്നെ നേരത്തെ ഈ വൈറ്റ് ഷുഗർ ഇത്രയും ഉപയോഗിച്ചിരുന്നില്ല, ശർക്കരയാണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴും ശർക്കരയുടെ ക്വാളിറ്റി, നല്ല ശർക്കരയൊന്നും കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എങ്കിൽ പോലും പൂർണ്ണമായി മധുരം അവോയ്ഡ് ചെയ്യുന്ന ഒരു ട്രെൻഡ് അത്ര നല്ലതല്ല. ആവശ്യത്തിന് മധുരം, ആയുർവേദം പറയുന്ന എല്ലാ 6 രസങ്ങൾ പറയുന്നുണ്ട്. മധുരം, അമ്ളം, ലവണം, കടു, തിക്ത, കഷായം, 6 തരം ടേസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 6ഉം ബാലൻസ് ചെയ്ത് കഴിക്കണം എന്നാണ് ആയുർവേദം നിർദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്നോ, ഇപ്പം നമ്മൾ ഈ ഡയബറ്റീസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നന്നായിട്ട് മധുരം കുറയ്ക്കും. കുറച്ച് കാലം കഴിയുമ്പോൾ അതുകൊണ്ടുള്ള രോഗങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് ഒരു ബാലൻസിങ് ആണ് എപ്പോഴും നല്ലത്. അമിതമായ പഞ്ചസാര ഉപയോഗിക്കരുത്, എങ്കിലും മധുരം ചേർന്ന ആഹാര വസ്തുക്കൾ ഡയറ്റിൽ പൂർണ്ണമായി മാറ്റുന്നത് ശരിയല്ല എന്നുള്ളതാണ്. പിന്നെ പ്രമേഹ രോഗികളെ സംബന്ധിച്ച് കുറച്ചുകൂടി ഷുഗർ കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം അവരുടെ ഈ പറഞ്ഞ ആഹാര ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ട് പഞ്ചസാരയുടെ അളവ് വളരെ മിതമാക്കേണ്ട ആവശ്യമുണ്ട്. എങ്കിൽ പോലും ഒരു റൊട്ടീനായിട്ടുള്ള ടെസ്റ്റുകൾ നടത്തി അതിൻ്റെ ഗ്ലൈസീമിക് ലെവലൊക്കെ നോക്കിയിട്ട് അത് ചെയ്യുന്നതാണ് അതിനും ഉചിതം.